ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്യാസിൻ്റെ കണക്ഷൻ, ഗ്യാസിൻ്റെ സിലിണ്ടർ നമുക്ക് എങ്ങനെ വീടിന് വെളിയിൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് വെക്കാമെന്നുള്ളതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ വീടിന് പുറത്തേക്ക്, അതായത് അടുക്കളയിൽ നിന്നും മാറ്റി നമുക്ക് പുറത്തേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ്. ആദ്യമേ തന്നെ ഇത് ഗ്യാസിൻ്റെ സെക്ഷനാണ് വരിക്കുന്നത്. ഈ ഗ്യാസിൻ്റെ സ്റ്റൗ നമ്മൾ ഗ്രാനൈറ്റ് തുളച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തുളച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. തുളച്ച് നേരെ താഴേക്ക് എടുത്തതിന് ശേഷം ഒരു ഇഞ്ച് PVC പൈപ്പ്, നമ്മൾ സാധാരണ വാട്ടർ ലൈന് ഉപയോഗിക്കുന്ന 1 ഇഞ്ച് PVC പൈപ്പ്, ആ PVC പൈപ്പ് അടിച്ച് നമ്മൾ സൈഡിലെല്ലാം അടിച്ച് നേരെ പുറത്തേക്ക് കൊണ്ടുപോവുക. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ആയാലും പ്രശ്നമില്ല, 1 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 1.5 ഇഞ്ച് പൈപ്പ് ആണെങ്കിലും പ്രശ്നമില്ല. നേരെ അടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഇടുക. അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ ആ സിങ്കിൻ്റെ താഴെ, അതായത് ആ നമ്മുടെ സ്ലാബിൻ്റെ താഴേക്കടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ആ പൈപ്പ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 1 ഇഞ്ച് പൈപ്പ് നേരെ വീടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. റബ്ബർ ട്യൂബാണ് വരുന്നത്. ഇത് വെൽഡിങ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് ട്യൂബാണ്. വളരെ ക്വാളിറ്റി ട്യൂബാണ്. മീറ്ററിന് നിസ്സാര റേറ്റേ വരുന്നുള്ളൂ. ആ മീറ്ററിൻ്റെ നിസ്സാര റേറ്റ് വരുന്ന ആ ട്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതിന് എത്രയാണോ നിങ്ങളുടെ വീട്ടിലേക്ക് പുറത്തേക്കുള്ള അകലം അതിനനുസരിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം മീറ്റർ കണക്കിന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഈ ട്യൂബ് നമ്മൾ ഓൾറെഡി ആ 1 ഇഞ്ച് പൈപ്പിലൂടെ വലിച്ച് നമുക്ക് അകത്തേക്ക് എടുക്കുക. അതിന് ശേഷം ആ ഗ്യാസിൻ്റെ സിലിണ്ടറായിട്ട് ആ നേരെ ട്യൂബ് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഈ റെഗുലേറ്റർ, അതായത് ഇപ്പോൾ ഗ്യാസിൻ്റെ റെഗുലേറ്ററിൻ്റെ കണക്ഷനിലേക്ക് നമ്മൾ ആ ട്യൂബ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ 1 ഇഞ്ച് പൈപ്പിൽ കൂടെ നമ്മളൊരു എക്സ്ട്രാ പൈപ്പ് ഇട്ട് കൊടുത്തേക്കുന്നു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതാണ് ആ പൈപ്പിലൂടെ വന്നിട്ട് ഈ ട്യൂബ് റബ്ബർ ട്യൂബാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, റബ്ബർ ഹോസ് ഫോർ വെൽഡിങ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. റബ്ബർ ഹോസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ്. 8 mm എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 8 mm നമുക്ക് അത് മതിയാവും. ആ പൈപ്പ് മതിയാവും. അത് തന്നെ വർഷങ്ങളോ ഏകദേശം ഒരു 10-12 വർഷത്തിനോളം നമുക്ക് എങ്ങനെ വന്നാലും ഒരു 10 വർഷം മിനിമം നമുക്ക് എങ്ങനെയും കിട്ടും. ഇത് നമ്മൾ നേരെ വന്ന് ഇതിലേക്ക് റെഗുലേറ്ററിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്യുക. റെഗുലേറ്ററിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് റെഗുലേറ്ററിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് വളരെ അപകടങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് കുറ്റി എപ്പോഴും വീടിന് പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. ഇനിയിപ്പോൾ ഈ വെച്ചിരിക്കുന്ന കുറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വേറെ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗ്രില്ലോ കാര്യങ്ങളോ അടിച്ച് ആ കുറ്റി ആ ഗ്രില്ലിൻ്റെ അകത്തേക്ക് വെച്ച് ഒരു താഴേക്ക് ഇട്ട് പൂട്ടിക്കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിക്കേണ്ട. ഓപ്പണിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ അതൊരു കിച്ചണിൻ്റെ താഴെയാകുമ്പോൾ കിച്ചണിൻ്റെ അകത്തേക്ക് ഈ ഗ്യാസിൻ്റെ കുറ്റി പരമാവധി കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പേടിക്കും. അതാണ് മെയിൻ സംഭവം. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നൊരവസ്ഥയിലേക്ക് വരും. അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏറ്റവും നല്ല കാര്യം ഗ്യാസിൻ്റെ കണക്ഷൻ പുറത്തേക്ക് ആക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ചെയ്തിരിക്കുന്നത്. അല്ലാതെ കോപ്പർ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നതിന് നല്ല ഹൈ കോസ്റ്റ് വരും. അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ഈ റബ്ബറിൻ്റെ ട്യൂബ് ഹോസ്, അത് സേഫ്റ്റി തന്നെയാണ്. സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. കാരണം നല്ലൊരു എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ താങ്ക്സ് എന്നാൽ.